സർ, ഈ കുട്ടികളിൽ സ്യൂഡോസീഷ്യസ് അത്ര കോമൺ ആയിട്ടുള്ളൊരു സംഭവം അല്ലല്ലോ, എന്താണ് അഭിപ്രായം? കുട്ടികളിൽ സൂഡോസീഷ്യസ് വളരെ കോമൺ ആണ്. സൂഡോസീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അപസ്മാരമില്ല, കുട്ടികൾ ഒരു അഭിനയിക്കുന്ന അപസ്മാരം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂഡോസീഷ്യർ എന്ന് പറഞ്ഞ് നമുക്കെല്ലാം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളൊരു കഥ ഞാൻ പറയാം. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഒരു 13 വയസ്സായ ഒരു പെൺകുട്ടി ആദ്യം വന്നിരിക്കുന്ന അവിടെ വന്നത്. അപസ്മാരം വന്നു. സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഓണപ്പരീക്ഷ നടക്കുന്ന സമയത്ത് ആദ്യത്തെ എക്സാമിൻ്റെ അന്ന് അപസ്മാരം വന്നു. എല്ലാവരും എടുത്തുകൊണ്ട് വന്നു. കുട്ടി അവിടെ എത്തിയപ്പോഴത്തേക്കും നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. എത്തിയപ്പോഴേക്കും നോർമലായിരുന്നു. അപ്പോഴേക്കും അമ്മ വന്ന് പറഞ്ഞു, സാറേ ഇത് എക്സാം ടൈമിൽ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ഥിരമായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആളാകെ അപ്പോൾ ഇന്ന് എന്തോ കുറച്ച് കൂടുതലായിട്ട് വന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരോട് പറഞ്ഞു കൂടുതൽ നമ്മൾ നോക്കേണ്ടി വരുന്നൊക്കെ ഒബ്സർവേഷനൊക്കെ പറഞ്ഞ്, പക്ഷേ എക്സാം ആണെന്നൊക്കെ പറഞ്ഞ് അവർ കുട്ടിയെ കൊണ്ടുപോയി. എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ ഒരു ക്രിസ്മസ് സമയത്ത് ഇതേപോലെ തന്നെ എക്സാമിൻ്റെ അന്ന് കുഞ്ഞിനെ അപസ്മാരമായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നു. വീണ്ടും അമ്മ പറയുന്നത്, കുഞ്ഞ് ഒക്കെ ഈ എക്സാം സമയത്ത് സ്ഥിരമുള്ള പ്രശ്നമാണ് സാർ, അത് എക്സാം ടെൻഷനാണെന്ന് പറയുന്നത്. കുട്ടി നോർമലായിരുന്നു എത്തുന്ന സമയത്ത് അരമണിക്കൂർ. അപ്പോഴും വളരെ പാവപ്പെട്ട ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊക്കെ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഒബ്സർവ് ചെയ്യണമെന്ന് പറയുന്നു, EG എടുത്ത് നോക്കണം, സ്കാനിങ് വേണമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒന്നിനും കൂട്ടാക്കുന്നില്ല. സാറേ ഇത് കോമണാണ്, സാർ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വിട്ടാൽ മതി. അങ്ങനെ അവരെ ഇഷ്ടപ്രകാരം നമ്മൾ ലിസ്റ്റ് പുറത്തു വിടുന്നു. ഈ കുഞ്ഞ് പോയതിൻ്റെ 3-ാം ദിവസം ഫുൾ ഫ്ലഡ്ജ്ഡ് കംപ്ലീറ്റ് ജനറലൈസ്ഡ് ക്ലോണിക് സീഷർ, അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ മുഴുവനായിട്ട് അപസ്മാരമായോ ഒരു കൈയിൽ നിന്ന് ഒരു കാലോ അപസ്മാരമായി പറിച്ച് കണ്ണ് മേപ്പോട്ട് പോയി വായന്ന് ഞൊരയും പതയും വന്നിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. അതൊരു സൂഡോ സീഷർ അല്ലായിരുന്നു. അതായത് ഒരു വ്യാജ അഭിനയിച്ച സീഷർ അല്ലായിരുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് ലൈൻ എപ്പിലെപ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാറ്റസ് അബ്ലൂട്ടിക്കസ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള സീഷർ. മരുന്നുകൾ കൊടുക്കുന്നു. കുഞ്ഞിൻ്റെ എത്രയും പെട്ടെന്ന് നമ്മൾ സ്കാൻ എടുക്കുന്നു. സ്കാൻ എടുത്തപ്പോഴാണ് കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് ഒരു ട്യൂമറാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സൂഡോ സീഷർ എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഏകദേശം 1 കൊല്ലം ഈ കുഞ്ഞ് റിക്കറൻ്റായിട്ട്, ഇപ്പോൾ ഇതിനിടയ്ക്കും സീഷേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ ഇവരെപ്പോഴും കണക്ട് ചെയ്യുന്നത് എക്സാംസ് ആയിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ എക്സാം സമയത്ത് ടെൻഷനുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും നമുക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടും എല്ലാം ഒരു ഫേക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളാൻ ഒരിക്കലും നമ്മൾ ഡോക്ടർ നല്ല സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. അപ്പോൾ നമ്മളൊരു വളരെ ചിരിയോടുകൂടി തള്ളിക്കളയുന്ന ഒരു സാധനം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീഷറായി മാറി. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിനെ ചികിത്സിച്ചു. പിന്നീട് ഒരു സർജറിയൊക്കെ വേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ബെറ്ററാണ്.